തമിഴ് നടനും രാഷ്ട്രീയ നേതാവുമായ വിജയ്ക്കെതിരെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജി നൽകിയതിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി നടി കസ്തൂരി രംഗത്തെത്തിയിരിക്കുകയാണ്. വിവാദങ്ങൾ കാര്യമായി എടുക്കാത്ത വിജയിനെ രാഷ്ട്രീയത്തിൽ ഈ പ്രശ്നങ്ങൾ ബാധിക്കുമെന്നും സംഗീതയുടെ വിഷമം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും കസ്തൂരി പറയുന്നു. ജാംബവാൻ TV ഓൺലൈൻ ചാനലിനോടാണ് നടിയുടെ പ്രതികരണം. ഇത് അവരുടെ പേഴ്സണൽ ലൈഫാണ്, എന്തിന് സംസാരിക്കുന്നു എന്ന ചോദ്യങ്ങളുണ്ടാകാം. എന്നാൽ സംഗീത ഇപ്പോൾ വിവാഹമോചന കേസ് നൽകിയതിന് കാരണം എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളാണെന്ന് പറഞ്ഞ് ഈ വിഷയം രാഷ്ട്രീയമാക്കി മാറ്റിയത് വിജയുടെ തന്നെ അനുയായികളാണ്. വിവാഹമോചനം ഇവിടെ നടക്കാത്ത കാര്യമാണോ? വിജയ് മാത്രമാണ് വേർപിരിയുന്നത്. എത്ര പേർക്ക് സംഭവിക്കുന്നു? എല്ലാവരുടെയും വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും. അത് പുറത്തേക്ക് വരുമ്പോഴാണ് ചർച്ചയാവുന്നത്. ന്യായം ആരുടെ ഭാഗത്താണോ അത് സംസാരിക്കണം. ഭംഗിയായി അലങ്കാര പാവയായി സന്തോഷത്തോടെ വന്നു പോകുന്നവരെ പരിഗണിക്കണോ, അതോ കുട്ടികളോടൊപ്പം കണ്ണീരോടെ നിൽക്കുന്നവരെ നോക്കണോ? മക്കളുടെ അമ്മയ്ക്കൊപ്പമാണ് ഞാൻ നിൽക്കുക. ഒരു സ്ത്രീക്കും തന്റെ ഭർത്താവിനെ വിട്ടുകൊടുക്കാനോ പങ്കുവെക്കാനോ പറ്റില്ല. മക്കളാണ് മുഖ്യം. മക്കളായാൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടു പോകാൻ ശ്രമിക്കണം. നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഈ വിജയ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇന്ന് വിജയിനെ പോലെ ഒരാൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അഭിമാനമാണോ, നാണക്കേടാണോ? സ്റ്റാലിനെ വിശ്വസിക്കുന്നു അതോ എന്നെ വിശ്വസിക്കുന്നു എന്ന് വിജയ് ചോദിക്കുന്നു. എങ്ങനെ വിശ്വസിക്കും? വിജയും തൃഷയും തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഒരു കാറിൽ വരുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു. അതിന് വിജയ് മറുപടി നൽകുന്നില്ല. കരൂരിൽ ആളുകൾ മരിച്ചതിൽ ദിവസങ്ങൾ കഴിഞ്ഞു വൈകിയാണ് നിങ്ങൾ പ്രതികരിച്ചത്. ജനനായകൻ പ്രശ്നത്തിലും അങ്ങനെയായിരുന്നു. തൃഷയുടെ കാര്യത്തിലും അങ്ങനെയായിരിക്കുമോ എന്നറിയില്ല. പക്ഷേ ആളുകൾ പലതും പറയുന്നു. ചെയ്ത തെറ്റ് തിരുത്താൻ നോക്കണം, അതിനെ ന്യായീകരിക്കരുത്. ഏതോ ഒരു നടി എന്നാണ് ഡിവോഴ്സ് പെറ്റീഷനിലുള്ളത്. ആ നടിക്ക് വേണ്ടി ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചു, അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചു. നാളെ നടിക്ക് വേണ്ടി തമിഴ് ജനതയെ നിങ്ങൾ കൈവിടില്ല എന്ന് എന്തുറപ്പാണുള്ളത്? വിജയനെ ന്യായീകരിക്കാൻ അനുയായികൾക്ക് പോലും പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴെന്നും കസ്തൂരി ചാനലിനോട് പ്രതികരിച്ചു. നേരത്തെ ഒരു അവാർഡ് വിതരണ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ മണിരത്നം ചിത്രം പൊന്നിയിൻ സെൽവനിൽ തൃഷ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ് അധിക്ഷേപ സ്വഭാവമുള്ള പരാമർശം നടൻ പാർത്ഥിബൻ നടത്തിയിരുന്നു. അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന ക്രൂരമായ വാക്കുകൾ ലക്ഷ്യമിടുന്ന വ്യക്തിയേക്കാൾ പ്രസ്താവന നടത്തുന്നവരുടെ വ്യക്തിത്വത്തെയാണ് വെളിപ്പെടുത്തുകയെന്ന് തൃഷയും പ്രതികരിച്ചിരുന്നു. പിന്നാലെ പാർത്ഥിബൻ ഖേദപ്രകടനവുമായി എത്തി. സംഭവിച്ചതിൽ തെറ്റുപറ്റി, ഖേദിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നായിരുന്നു പാർത്ഥിബന്റെ പ്രതികരണം. കുന്തവയെ കുറച്ചു ദിവസത്തേക്ക് വീട്ടിലിരുത്തണം, അതാണ് നല്ലത്, അവയെ പുറത്തുവിടരുത് എന്നായിരുന്നു പുരസ്കാരദാന ചടങ്ങിൽ പാർത്ഥിബൻ നടത്തിയ പരാമർശം. പൊന്നിയിൻ സെൽവൻ എന്ന ചിത്രത്തിൽ കുന്തവ എന്ന കഥാപാത്രത്തെയായിരുന്നു തൃഷ അവതരിപ്പിച്ചത്. ചിന്നപ്പഴു വേട്ടരയ്യർ എന്ന കഥാപാത്രമായി പാർത്ഥിബനും വേഷമിട്ടു. തൃഷയുടെ ചിത്രം വേദിയിൽ കാണിച്ച ശേഷം കുന്തവയെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പാർത്ഥിബൻ ചോദിച്ചിരുന്നു. പിന്നാലെയാണ് പാർത്ഥിബന്റെ വിവാദ പരാമർശം. വിവാഹമോചന വാർത്തകളുമായി ബന്ധപ്പെട്ട് TVKയുടെ പരിപാടിയിൽ വിജയ് നടത്തിയ പ്രസംഗത്തെയും പാർത്ഥിബൻ വിമർശിച്ചിരുന്നു. തനിക്കെതിരായി പുറത്തുവരുന്ന വാർത്തകളിൽ വലിയ കാര്യമൊന്നുമില്ലെന്നായിരുന്നു വിജയുടെ പരോക്ഷ പ്രതികരണം. അതിൽ കാര്യമുണ്ട്. കാരണം ശ്രീ മറ്റൊരു ഭൂമിയാണ്. നാം ഭൂമിയെ ദേവി എന്നാണ് വിളിക്കുന്നത്. ഭൂമിയെ പുരുഷനാമത്തിൽ വിളിക്കുന്നില്ല. ആരായിരുന്നാലും അവൻ സ്ത്രീയിൽ നിന്നാണ് ജനിക്കുന്നത്. ശിവന്റെ ശക്തി പോലും ഒരു സ്ത്രീയാണ് എന്നായിരുന്നു പാർത്ഥിബന്റെ വനിതാ ദിന പോസ്റ്റ്.